തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ നവീകരണത്തിൽ വീഴ്ച വരുത്തിയ 2 ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി. അന്നത്തെ SHO, SI എന്നിവർക്കെതിരെ നടപടിയെടുത്തതായി DIG ഹരിശങ്കർ അറിയിച്ചു. സ്റ്റേഷൻ നവീകരണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയതായും അന്വേഷണ റിപ്പോർട്ട്. യൂത്ത് ലീഗിന്റെ 4 വർഷത്തെ നിയമ പോരാട്ടമാണ് ഫലം കാണുന്നത്. 2021-22 വർഷത്തെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ നവീകരണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയതായി അന്വേഷണ റിപ്പോർട്ട്. ആ സമയത്തെ SHO ആയിരുന്ന MP സന്ദീപ് കുമാർ, SI SK പ്രിയൻ എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി തൃശൂർ DIG ഹരിശങ്കർ രേഖാമൂലം അറിയിച്ചു. സ്റ്റേഷൻ നവീകരണത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധങ്ങളാണ് നടന്നത്. 4 വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതായി DIG അറിയിച്ചത്. പോലീസ് സ്റ്റേഷൻ നവീകരണത്തിന് പരിസരത്തെ കടകളിൽ നിന്ന് സൗജന്യമായി സാധനങ്ങൾ സ്വീകരിക്കുകയും അതുപയോഗിച്ച് നവീകരിക്കുകയും ചെയ്ത ശേഷം കൃത്രിമ ബില്ല് വെച്ച് അതിനെല്ലാം സർക്കാരിൽ നിന്നും പണം സ്വീകരിച്ചെന്നും മണൽക്കടത്തിന് പോലീസ് പിടികൂടിയ തൊണ്ടി വാഹനങ്ങളിൽ മണൽ നവീകരണത്തിന് അനധികൃതമായി ഉപയോഗിച്ചുവെന്നായിരുന്നു പരാതി. എന്നാൽ തൊണ്ടിമണലുകൾ ഉപയോഗിച്ചതിന് തെളിവില്ലെന്നും സ്റ്റേഷൻ പരിധിയിലെ കടകളിൽ നിന്നും കുറച്ച് സാധനങ്ങൾ കടയുടമകൾ സൗജന്യമായി നൽകിയത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും DIG നൽകിയ കത്തിൽ പറയുന്നു. പോലീസ് സ്റ്റേഷൻ മുന്നിൽ വാഹനങ്ങൾ നിർത്തുന്ന ഭാഗത്തെ റൂഫ് ഷീറ്റ്, ഭിന്നശേഷിക്കാർക്ക് സ്റ്റേഷനിലേക്ക് കയറുന്നതിനുള്ള റാമ്പിനുള്ള സാധനങ്ങൾ മാത്രമാണ് സ്വീകരിച്ചതെന്നും DIG നൽകിയ കത്തിലുണ്ട്. മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷിച്ചാണ് DIGക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തിരൂരങ്ങാടി CI MP സന്ദീപ് കുമാർ, SI പ്രിയൻ എന്നിവർക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ഇവർ സമർപ്പിച്ച വിശദീകരണത്തിൽ നിന്നും നടപടിക്രമ ലംഘനങ്ങൾ കണ്ടെത്തുകയും വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും DIGയുടെ കത്തിലുണ്ട്. കേരള പോലീസ് ആക്ട് പ്രകാരം ഇവരെ ശാസന നൽകിയതായി DIG അറിയിച്ചു. അതേസമയം പോലീസ് സ്റ്റേഷൻ നവീകരണത്തിൽ കൃത്യമായ അഴിമതി നടന്നതായും സൗജന്യമായി ലഭിച്ചുവെന്ന് DIG തന്നെ വ്യക്തമാക്കിയ റാം നിർമ്മാണത്തിനും ഷീറ്റിട്ടതിനുമടക്കം 30 ലക്ഷത്തോളം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ KP മജീദ് MLAയുടെ ചോദ്യത്തിന് മറുപടിയും പറഞ്ഞിരുന്നു. ആരിൽ നിന്നും ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ടു പോകുമെന്നും യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഇപ്പോൾ അവസാനം പോലീസും സമ്മതിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇതിൽ തെളിവുകളുടെ അന്വേഷണത്തിൽ നിങ്ങൾ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നതെങ്കിലും, എന്നാൽ ഉദ്യോഗസ്ഥർ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, തൊണ്ടിമണൽ ഉപയോഗിച്ച് അതൊക്കെ ഞങ്ങൾ കൃത്യമായ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് അന്ന് രേഖാമൂലം പോലീസിന് പരാതി നൽകിയതും പോലീസ് നടപടിയെടുക്കാതെ വന്നപ്പോൾ താനൂർ DYSPക്ക് നൽകി. DYSP നടപടി സ്വീകരിക്കാതെ വന്നപ്പോൾ മലപ്പുറം SPക്ക് നൽകി. മലപ്പുറം SP സുജിദാസ് IPS ആയിരുന്നു ആ സമയത്ത് ഇവിടുത്തെ SP ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അന്വേഷിച്ചപ്പോഴും ഇത്തരത്തിൽ ഒരു സംഗതിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഞങ്ങൾ DGPക്ക് പരാതി നൽകിയത്. DGPക്ക് പരാതി നൽകി DGP ആ വിഷയത്തിൽ കൃത്യമായി SPക്ക് മുകളിലുള്ള റാങ്കിലുള്ള ആളെ കൊണ്ട് അന്വേഷിച്ചപ്പോഴാണ് ഇതിൽ കൃത്യമായ ഏറെക്കുറെ ഞങ്ങൾ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിവെക്കുന്ന തരത്തിലുള്ള മറുപടി ലഭിച്ചിട്ടുള്ളത്. കേരള വിഷൻ, തിരൂരങ്ങാടി.